എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ചെകുത്താനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയ എന്നുള്ള ഒരു ചിന്ത മാത്രമേ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഇയാൾക്കെതിരെ പരാതി കൊടുത്ത സിദ്ദിഖിന്റെ വാക്കുകൾ കേൾക്കാം. അതെ, അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീനടന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം. ഇതിന് രാജ്യത്ത് നിയമമുണ്ട്. അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട്. അല്ല, ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യം ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യം. വിമർശിക്കുക എന്നുള്ള പേരില് ഇവർ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള അതിശയം തന്നെയാണ്. അത് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ ഇപ്പൊ മറ്റു വിമർശനങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ സഹിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ അവർ നമ്മുടെ സമൂഹത്തിന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ അവരുടെ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറുകളെ ഒരുപക്ഷെ വിമർശിക്കാം, അല്ലെങ്കിൽ അവരുടെ സിനിമകളെ വിമർശിക്കാം എന്നല്ലാതെ അവർ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരിപാടി ഭയങ്കര കൂടുതലായിട്ടുള്ള പല ചാനലുകളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ചെകുത്താൻ. പിന്നെ വേറൊരാളെ അറസ്റ്റ് ചെയ്തില്ല, അയാളെ വിളിപ്പിച്ച് ഇനി ഇതുപോലെ ആരെയും അധിക്ഷേപിക്കില്ല എന്ന് എഴുതി വാങ്ങിയെന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒരു പാവത്താനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. അത് ആരാണെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ പറയാവുന്നതാണ്. ബാക്കി കൂടി കേൾക്കാം നമുക്ക്. ഇനിമേൽ അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രവൃത്തി ഉണ്ടാവില്ല, ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഇതിപ്പോ ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടി ആണുള്ളത്, റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പൊ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഇത് പറഞ്ഞത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അതായത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അവർക്കും ഈ പറഞ്ഞ എല്ലാ അഭിമാനവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു അവകാശം വേറെ ആർക്കുമില്ല. അവരെ വേദനിപ്പിക്കാനുള്ള, അറിഞ്ഞോ അറിയാതെ അവരെ വേദനിപ്പിക്കാനുള്ള ഒരു കാര്യം ഒരാൾക്കുമില്ല. ഇപ്പൊ അവര് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്. ഇപ്പോൾ സിനിമ കണ്ടു, ആ സിനിമ കണ്ടിട്ട് ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കാശ് കൊടുത്ത് കണ്ട സിനിമയാണ്, ആ ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് വിചാരിച്ചിട്ട് അതിലുള്ള ആളുകളെ, അഭിനയിച്ച ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ അതിൽ ആ സിനിമയിൽ അഭിനയിച്ച ആളുകളെയോ അല്ലെങ്കിൽ അതിന്റെ സംവിധായകനെയോ ഒക്കെ മോശം പേരുകളൊക്കെ വിളിക്കുക, ഇരട്ട പേരൊക്കെ വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലൊരു തർക്കമില്ല. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം ആവരുത് വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരിക്കലും പാടുള്ളതല്ല. ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷെ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട്, മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത്
പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടേക്ക് പോയിട്ടുള്ളത്. കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ലാലേട്ടൻ അവിടെ പോകാൻ സാധിച്ചു. അത് സിദ്ദിഖിക്ക് പറഞ്ഞ പോലെ അത് ബാക്കി ആർക്കും അവിടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അവർക്ക് ആശ്വാസം നൽകാനായിട്ട് മറ്റുള്ളവർക്ക് ആർക്കും അങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരു ഇടമല്ല അത്. ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടേക്ക് പോകാൻ സാധിച്ചു. അവിടെ പോയത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കാരണം അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ലാലേട്ടൻ പോയപ്പോൾ അത് ഒരു ആവേശമായിട്ടാവും തോന്നിയിട്ടുണ്ടാവുക. അതായത് ലാലേട്ടൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ, നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാൾ അവിടെ ഉണ്ട്, നമുക്ക് നമ്മുടെ ഒപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമേ ഉണ്ടാവുള്ളൂ. അവർ കൂടുതൽ നമ്മുടെ ഒപ്പം എല്ലാവരും ഉണ്ട്, കേരളം ഒന്നാകെ ഒരുമിച്ചാണ് എന്നുള്ളൊരു ചിന്തയിൽ അവർ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ അവരുടെ മികവ് തെളിയിക്കുകയേ ചെയ്യുകയുള്ളൂ. അതാണ് അവിടെ ലാലേട്ടൻ പോയത് കൊണ്ടുള്ള ഗുണം. മാത്രമല്ല ലാലേട്ടൻ അവിടെ പോയപ്പോൾ ഏകദേശം 3 കോടിയുടെ ഒരു സംഭാവന അല്ലെങ്കിൽ സഹായം അവിടെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി. അതും ഈ ഒരു സമയത്ത് വലിയൊരു സഹായം തന്നെയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരാളെയാണ് മലയാളികൾ ഇത്രയും നാൾ കണ്ട് നടന്ന ഒരാളെ, അങ്ങനെ ഒരു മുഖത്തിനെയാണ് വളരെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം ചെയ്ത കാര്യത്തിൽ വിമർശനമാണെങ്കിൽ പിന്നെയും നമുക്ക് കുഴപ്പമില്ല എന്ന് വയ്ക്കാം. പക്ഷെ വിമർശനമല്ല, വിമർശനത്തിന് ഉപരി ഇത് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. വ്യക്തിപരമായിട്ട് വളരെ മോശമായ രീതിയിൽ ചെകുത്താൻ ലാലേട്ടനെ അധിക്ഷേപിക്കുന്നു. അത് നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ലാലേട്ടനെ മാത്രമല്ല, ടർബോ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂക്കേനെയും അതുപോലെ ഒരുപാട് ആളുകളെ വ്യക്തിപരമായ രീതിയിൽ ഇപ്പോൾ ചെകുത്താന് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം അതിര് വിട്ടിട്ട് വ്യക്തിപരമായിട്ട് വളരെ മോശമായ രീതിയിൽ, ആ വാക്കുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ആ വീഡിയോയും ഞാൻ കാണിക്കുന്നില്ല, വളരെ മോശമായ രീതിയിൽ ഒരാളെ കുറ്റം പറയാണ്. ആ പറയുന്ന രീതിയിലാണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. വിമർശനമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോട്ടെ എന്ന് നിൽക്കും. പക്ഷെ ഒരാളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് അതിന് മാത്രം തെറ്റും. ഇങ്ങനെ അധിക്ഷേപം കേൾക്കാനായിട്ടുള്ള ഒരു തെറ്റും ലാലേട്ടൻ ചെയ്തിട്ടില്ല. അതെന്തായാലും ശരി, ലാലേട്ടൻ പറഞ്ഞ് വളരെ മോശമായി പോയി. ഇത് എന്താണ് ഇത്രയും വൈകിയേ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇതിനു മുമ്പ് ബാലയുടെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ പറഞ്ഞ ചെകുത്താൻ ഇങ്ങനെ ഒരു വിവാദ നായകനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. വിവാദ നായകൻ എന്ന് പറയാൻ പറ്റില്ല, വിവാദ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യൂ ഭയങ്കര കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ പറയണല്ലോ. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഉദാഹരണം പറയാനായിട്ട് ഇപ്പോൾ ഒന്നും മനസ്സിൽ വരുന്നില്ല. പക്ഷേ കുറേ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയായിരുന്നു. പക്ഷെ പറയുന്ന രീതി അപ്പോഴും മോശം തന്നെയായിരുന്നു. പറയുന്ന രീതി ഒരുമാതിരി ആളുകളെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു.